ഗുഡ് ഈവനിങ് ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ ഇന്ന് 30ാമത്തെ സെഷനിലാണ് ഇരിക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് 30 സെഷൻസ് നമ്മൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷന്റെ ഫീൽഡിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ സെഷൻസിൽ പങ്കെടുത്തവർ ലൈവിൽ വരാൻ പറ്റാതെ റെക്കോർഡിങ്സ് കണ്ട് നമ്മളെ ഫീഡ്ബാക്കുകളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സുകളും ഒക്കെ അറിയിച്ചവരെല്ലാവർക്കും ആദ്യമായിട്ട് താങ്ക്സ് പറയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചകോശാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അത്യാവശ്യം എല്ലാ പഞ്ചകോശാസിൻ്റെ പേരുകളും അതിൻ്റെ ആ ഒരു പ്രവർത്തന രീതി, അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നമ്മൾ ജനറലി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്തുള്ള ഒരു സജഷനിൽ നിന്നാണ് ഓരോ പഞ്ചകോശാസും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓരോ സെഷനായിട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് പഞ്ചകോശ ആയ അന്നമയ കോശയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അന്നമയ കോശ എന്ന് പറയുന്നത് നമ്മുടെ സോള് എന്ന് പറയുന്ന ആ ഒരു കോർ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുള്ള 5 ലെയേഴ്സ് ആണ് ഈ പഞ്ചകോശ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഔട്ടർ ലെയറിൽ നിൽക്കുന്ന ആ ഒരു ലെയറാണ് ഈ അന്നമയ കോശ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വേർഡ് മീനിങ് എടുത്താൽ അന്ന ഇസ് ഇക്വൽ ടു ഫുഡ്, മയ ഇസ് എന്ന് വെച്ചാൽ മെയ്ഡ് ഓഫ്, കോശ മീൻസ് ഷീത്ത് ഓർ ലെയർ. അപ്പോൾ ഫുഡിനാൽ ഭക്ഷണത്താൽ നിർമ്മിതമായ നമ്മുടെ ഒരു ലെയർ, ഔട്ടർ ലെയർ എന്നാണ് ഈ അന്നമയ കോശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 5 എലമെന്റ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. എർത്ത് എലമെന്റ് ഉണ്ട്, അതിൽ നമ്മുടെ മസിൽസ്, നമ്മുടെ ബോൺസ്, ടീത്ത്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എർത്ത് എലമെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. എർത്ത് എലമെന്റ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ദെൻ നമ്മുടെ ബോഡിയിൽ തന്നെ വാട്ടർ എലമെന്റ്സ് ഉണ്ട്. അത് യൂണിവേഴ്സിലുള്ള ഈ ഭൂതങ്ങൾ, 5 എലമെന്റ്സ് എന്ന് പറയും, അത് തന്നെയാണ് എക്സ്ട്രീംലി നമ്മുടെ ബോഡിയിലും കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫിസിക്കൽ ബോഡി കൺസിസ്റ്റ് ചെയ്യുന്നത്. ദെൻ വാട്ടർ കണ്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ബ്ലഡ് ഉണ്ട്, ദെൻ സ്വീറ്റ്സ് ഉണ്ട്, വിയർപ്പ് അല്ലെങ്കിൽ യൂറിൻ, അങ്ങനെ ഒരുപാട് വാട്ടർ കണ്ടന്റ്, നമ്മുടെ കണ്ണുനീര്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ബോഡി കൺസിസ്റ്റ് ചെയ്യുന്നതല്ല. ഫയർ എലമെന്റ്സ് നമുക്ക് നല്ലോണം അറിയാം. നമ്മുടെ ഡൈജഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫയർ ആണ്. അതിൻ്റെ ഓരോ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫയർ എലമെന്റ്സ് ആണ്. ദെൻ മറ്റൊരു എലമെന്റ് ആണ് എയർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ ബ്രീത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എയർ എലമെന്റ് ആണ്. ദെൻ മറ്റൊന്ന് സ്പേസ് ആണ്. അത് നമ്മുടെ ആ ഒരു ബ്ലാങ്ക് സ്പേസുകൾ, അത് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഈ 5 എലമെന്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ബോഡി എപ്പോഴാണ് നിർമ്മിക്കപ്പെട്ടത്? ശരിക്കും നമ്മൾ മദർ ബോംബിലായിരുന്ന സമയത്ത് മദർ കൺസ്യൂം ചെയ്ത ഫുഡുകൾ, മദറിന്റെ ബോഡിയിൽ നിന്നും ആ ഒരു ഫുഡുകൾ ഇൻടേക്ക് എടുത്തിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ബോഡിയുടെ ആദ്യത്തെ ഫോർമേഷൻ. ദെൻ അവിടുന്ന് നമ്മൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളിലൂടെയും അത് വളർന്ന് ഇപ്പോഴും നമ്മൾ ആ ഭക്ഷണം കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നതിലൂടെയാണ് ആ ഒരു ഈ ഫിസിക്കൽ ബോഡി ഇവിടെ നിലനിൽന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സോൾ എന്ന് പറയുന്ന ആ ഒരു കോർ ട്രൂ സെൽഫിന് നമുക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഈ ഒരു ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറായ ഈ ഫിസിക്കൽ ബോഡി അഥവാ അന്നമയ കോശ ബാലൻസ് ആയി കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഫിസിക്കലി ഒരാള് ഓക്കെ അല്ല, ബാലൻസ്ഡ് അല്ല എന്നുള്ള സ്റ്റേറ്റിൽ അയാൾക്ക് ഏത് വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷനോ മോട്ടിവേഷനോ എന്താണെങ്കിലും അത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അപ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ
എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ഏരിയ എന്ന് പറയുന്നത് അന്നമയ കോശ എന്ന് പറയുന്ന ലെയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് മാത്രമല്ല, നമുക്ക് 5 പ്രാക്ടീസുകളാണ് ശരിക്കും സ്പിരിച്വൽ സ്റ്റഡീസിൽ ഈ അന്നമയ കോശയുടെ കീഴിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ആഹാര, 2 വിഹാര, 3 ആസന, 4 ധ്യാന, ദെൻ 5 വിശ്രമം. ഈ ഒരു 5 പ്രോസസ്സുകൾ നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ അന്നമയ കോശ എന്ന് പറയുന്ന ആ ഒരു ലെയർ ബാലൻസ് ആയിരിക്കുക എന്നുള്ളതാണ്. ആഹാര എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് പ്രാക്ടീസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ കോൺഷ്യസ്ലി ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഒരു കൃത്യമായ എഫക്റ്റ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആകുന്ന ഏത് ഫുഡും നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു റിസൾട്ടുമായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം മോഡേൺ സയൻസ് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടക്കുന്നത് ഗട്ട് ബ്രെയിൻ ആക്സസ് എന്താണ് എന്നുള്ളതാണ്. വൺസ് നമ്മുടെ ഗട്ട് ഇംബാലൻസ് ആയാൽ എങ്ങനെ അത് ബ്രെയിനെ സ്വാധീനിക്കുന്നു, ആ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇപ്പോ നമ്മുടെ ഗട്ട് എന്ന് വെച്ചാല് നമ്മുടെ ഉദരം. ഓക്കെ, അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ഇൻടേക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ശരിക്കും തീർച്ചയായും നമ്മുടെ മൂഡിനെ ബാധിക്കും, നമ്മുടെ ഫോക്കസിനെ ബാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമോഷണലി, മെന്റലി തന്നെ ചേഞ്ചസ് കൊണ്ടുവരുന്നതായി ഇപ്പോൾ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി കോൺഷ്യസ് ആയി കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആഹാര പ്രാക്ടീസ് കൊണ്ട് ഈ ഒരു പഞ്ചമയ കൺസെപ്റ്റിൽ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, വെറുതെ കുറച്ച് ഇപ്പൊ റൈസ് കഴിച്ചാലും വിശപ്പ് മാറുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ സാധനങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല. അതിനെ പലതരം ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് എല്ലാത്തിൽ നിന്നും കിട്ടണം എന്നാണ് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നുണ്ട്. മാക്രോ ന്യൂട്രിയൻസിൽ പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, അരി കൊണ്ടുള്ള ആഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യം. ദെൻ അതിൽ തന്നെ ഉള്ളതാണ് പ്രോട്ടീൻ. അപ്പം മാക്രോ ന്യൂട്രിയൻസ് വളരെ വിശാലമാണ്. അതിൽ നിന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ഫുഡിൽ, ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദെൻ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന വേറൊരു പാർട്ട് കൂടിയുണ്ട്. അതിനെയും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഗട്ടിന്റെ എന്താ പറയാ, ഓരോ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതും നമ്മൾ ഉൾപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ ഈ എന്താ പറയാ, ഗട്ടിനൊരു ക്ലീനിങ് എഫക്റ്റ് കൊടുക്കുന്ന ഫുഡുകളാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കർഡ് എന്നൊക്കെ പറയുന്ന തൈര്, അതുപോലെ പുളിച്ച മാവ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെയും ശരിക്കും ഇതിന്റെ ഒരു കൃത്യമായ ഒരു മെയിൻ്റനൻസിന്, ഒരു വർക്കിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പാർട്ട്. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുന്നതിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശരിക്കും അതിനെ സെൻസ് ചെയ്തുകൊണ്ടൊക്കെ കഴിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യമാണ്, ആഹാര എന്ന് പറയുന്നതിൽ നമ്മൾ പറയുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല, നമ്മളെ ഉള്ളിലേക്ക് ഈ 5 സെൻസിലൂടെ, നമ്മുടെ 5 സെൻസ് ഉണ്ടല്ലോ, പുറത്തേക്കുള്ള കാഴ്ച, കേൾവി, നമ്മുടെ സ്പർശനം, നമ്മുടെ രുചി, അങ്ങനെയുള്ള ഈ 5 സെൻസിലൂടെയും നമ്മൾ എടുക്കുന്നതും നമ്മുടെ ഈ ആഹാര എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതും നമ്മൾ ഇതോടൊപ്പം തന്നെ കൃത്യമാക്കണം, ക്ലിയർ ആക്കണമെന്ന് ഈ ഒരു പ്രാക്ടീസിൽ പറയുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വിഹാര എന്ന് പറയുന്നത്. അത് ലൈഫ് സ്റ്റൈലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈഫ് സ്റ്റൈല് കൃത്യമായ സ്ലീപ്പ്, കൃത്യമായ ഉറക്കം നമ്മൾ ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ശരീരത്തിന് ഉറക്കം കൊടുക്കാതിരിക്കുമ്പോൾ പല അസുഖങ്ങളിലേക്കും പല പ്രശ്നങ്ങളിലേക്കും പോകുന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ മറ്റൊരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റ് കൊടുക്കുക എന്നുള്ളത്.
ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ബിൽഡിങ്ങിന്റെ ഇൻസൈഡിലായിരിക്കും കൂടുതൽ സമയവും ജോലി ആവശ്യാർത്ഥം ഒക്കെ ചെലവഴിക്കേണ്ടി വരിക. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ആ ഒരു സൺലൈറ്റ് എക്സ്പോസിങ് കുറവായിരിക്കും. അതനുസരിച്ചുള്ള വിറ്റാമിൻ ഡിയും മറ്റു കാര്യങ്ങളൊക്കെ ബോഡിയിൽ കുറയുന്നുണ്ടാവും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റൊരു സമയം കണ്ടെത്തിയിട്ട് സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുക, അതുപോലെ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഈ വിഹാര എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ബെയർ ഫൂട്ട് വാക്കിംഗ്. നമ്മൾ എർത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നടക്കാൻ ശ്രമിക്കുക. കാരണം ഈ എർത്തിന് കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ അത് ബോഡിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ഫീൽ നമ്മുടെ ബോഡിയിലൂടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഔട്ടർ ലെയർ ആണ്. അപ്പൊ ഔട്ടർ ലെയറിലൂടെ നമുക്ക് എന്തും സാധ്യമാകൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ എർത്തിനോട് കണക്ട് ചെയ്തിട്ടുള്ള, നേച്ചറിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ എല്ലാ കാര്യങ്ങളും, മൂഡായാലും നമ്മുടെ ഒരു ആങ്സൈറ്റി ആയാലും ഒക്കെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോസിബിളായ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പുല്ലിലൂടെ മണ്ണിലൂടെ ഒക്കെയുള്ള ബെയർ ഫൂട്ട് വാക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ ട്രീസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതിനെയൊക്കെ ഹഗ് ചെയ്യുക, ടച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു വിഹാര എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡീടോക്സിങ് എന്ന് പറയുന്നത്. അതും കൂടി ഇതിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കൂടുതലായിട്ടുള്ള ഈ ഒരു എക്യുപ്മെന്റ്സ്, ഡിജിറ്റൽ എക്യുപ്മെന്റ്സിന്റെ യൂസേജിൽ നിന്ന് കോൺഷ്യസ്ലി കുറച്ച് സമയം നമ്മൾ ഡീടോക്സ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത വരുന്ന പ്രാക്ടീസ് ആണ് ആസന എന്ന് പറയുന്നത്. ആസന മീൻസ് ഫിസിക്കൽ മൂവ്മെന്റ്സ് എന്നാണ്. അത് ഇപ്പൊ ചില ആളുകൾ പറയും വീട്ടിനുള്ളിൽ ഞാൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിയായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറയും. അത് ഓക്കെ, ജസ്റ്റ് അത് ഫിസിക്കൽ മൂവ്മെന്റ്സ് ആയിട്ട് വരും. പക്ഷെ ഈ പറഞ്ഞ ഒരു പ്രാക്ടീസിലേക്ക് അത് വരില്ല. കാരണം ഇവിടെ പറയുന്നത് കോൺഷ്യസ്ലി ഉള്ള മൂവ്മെന്റ്സ് ആണ്. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഓരോ ജോയിന്റ്സും അതുപോലെ മസിൽ എക്സ്പാൻഷൻ, മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആസ് യൂഷ്വൽ നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് വരുന്ന മൂവ്മെന്റ്സ് കൊണ്ട് നമ്മൾ മതിയാക്കാതെ നമ്മൾ ഓരോ സമയം, നമുക്ക് സമയം കണ്ടെത്തി ഓരോ ജോയിന്റ്സിനും അത് നമ്മുടെ ബോഡിക്ക് എവിടെയൊക്കെയാണ് കോൺഷ്യസ് മൂവ്മെന്റ്സ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ധ്യാന എന്ന് പറയുന്ന പ്രാക്ടീസ്. അത് നമ്മുടെ കോർ ഏരിയ ആയ മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ നമ്മളിവിടെ സംസാരിച്ച പോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. അത് പല കാറ്റഗറീസ് ഉണ്ട്, ഏതിനും മെഡിറ്റേഷൻ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഔട്ടർ ലെയർ, ഫിസിക്കൽ ലെയർ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ബോഡി അവയർനെസ് കിട്ടുന്ന, ബോഡി കോൺഷ്യസ്നെസ് കിട്ടുന്ന മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ സെൽ ആക്ടിവേഷൻ മെഡിറ്റേഷൻ ഞാൻ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു സെൽ ആക്ടിവേഷൻ മെഡിറ്റേഷൻ. അപ്പൊ അതൊക്കെ ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ നമ്മുടെ ബോഡി പാർട്ടും നമ്മളത് അവെയർ ആയിട്ട് നമ്മളത് സ്കാൻ ചെയ്ത് കാണുന്ന പോലെ കൊണ്ടുവരികയും ആ ഒരു അവയർനെസ് നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു അന്നമയ കോശ എന്ന് പറയുന്ന ആ ഒരു ഔട്ടർ ലെയർ കൂടുതൽ എനർജറ്റിക് ആവുന്നു, കൂടുതൽ അത് ബാലൻസ്ഡ് ആയി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റ് നേച്ചർ ഓറിയന്റഡ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു 5 എലമെന്റ്സ് നമ്മുടെ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. നമ്മൾ എർത്ത് കണക്റ്റഡ് ആകുമ്പോൾ ആ ഒരു എലമെന്റ്സും, ഇപ്പോൾ വാട്ടർ കണക്റ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ ആ ഒരു എലമെന്റ്സ്, അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനാണ് പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള മെഡിറ്റേഷൻസ് നമ്മൾ
സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് വിശ്രമ എന്ന് പറയുന്നത്. അതായത് റിലാക്സേഷൻ, നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയും. ചില ആളുകളൊക്കെ പറയും നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു ഭാഗം മാത്രമാണ്. ഈ വിശ്രമം അല്ലെങ്കിൽ കോൺഷ്യസ് റെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നമ്മളിലേക്ക് വന്നു ചേരില്ല. ചില ആളുകളൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റാതെ വരുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഗിൽറ്റ് ഫീല് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് അവര് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് അത് റെസ്റ്റ് എടുക്കുമ്പോൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അത് ആ ഒരു പ്രോഗ്രാമിങ്ങിന്റെ പ്രശ്നമാണ്. നമ്മൾ അത് മാറ്റിയെടുത്തിട്ട് അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, വളരെ മാൻഡേറ്ററി ആയി നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ്? ചില ജോലി സ്ഥലത്തൊക്കെ പോയാൽ കാണാം, ചില ആളുകൾ അവർക്ക് ആവശ്യമായ ബ്രേക്ക് പോലും എടുക്കില്ല. എന്താണ് അവരുടെ ഇന്റൻഷൻ എന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. അത്രയും അവർ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും അവരൊരു കൃത്യമായ ബ്രേക്ക് പോലും എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെയും ഈ ഒരു ബോഡിയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രാക്ടീസുകളാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, കോൺഷ്യസ്ലി നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കുക. ദെൻ അതിൽ ഒരു ഗിൽറ്റ് ഫീൽ വന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് മൈനസ് നെഗറ്റീവിലേക്ക് പോകും. ഒരു ഗിൽറ്റ് ഫീലോ അല്ലെങ്കിൽ ഒരു ഷെയിം ഫീലോ വരാതെ ഇത് ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് എന്നത് ഫീലോട് കൂടി നമ്മൾ ആ ഒരു റെസ്റ്റിനെ എടുക്കുകയും ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു റിലാക്സേഷൻ സ്റ്റേറ്റിൽ ഇരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അന്നമയ കോശ എന്ന് പറയുന്ന ആ ഒരു ഔട്ടർ ലെയർ ആക്ടിവേറ്റ് ചെയ്ത് ബാലൻസ്ഡ് ആയി നിർത്തുക എന്നുള്ളതാണ് ബാക്കിയുള്ള അകത്തേക്ക് പോകുമ്പോൾ ഉള്ള മറ്റ് ആ ഒരു ലെയേഴ്സും കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ വർക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ മറ്റുള്ള ഏത് ലെയേഴ്സിലേക്കും പോയിട്ട് കാര്യമില്ല. ചില ആളുകൾക്കൊക്കെ മോട്ടിവേഷൻ കേൾക്കുന്ന സമയത്തുള്ള ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു തരിപ്പ് എന്നൊക്കെ പറയും, അത് പിന്നെ കിട്ടാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ അത് ആ ഒരു കൃത്യമായ സീക്വൻസിൽ നമുക്ക് വർക്ക് ചെയ്താൽ ഈ ഒരു പഞ്ചകോശാസ് നമ്മൾ ഈ 5 ലെയേഴ്സ് നമ്മൾ ഇനി മറ്റുള്ള ലെയേഴ്സിലേക്ക് നമുക്ക് അടുത്ത സെഷനുകളിൽ പോകാം. അപ്പൊ അതെല്ലാം ആക്ടിവേറ്റ് കൃത്യമായ സീക്വൻസിലൂടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ, ആ ഒരു ട്രൂ സെൽഫിനെ നമുക്ക് കണ്ടെത്താനും കഴിയുന്നത് എന്നുള്ളതാണ്. ഇത് കൂടുതൽ ഇടത്തിലേക്ക് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു 5 പ്രാക്ടീസ് ആണ് ഈ ഒരു ഇതിലുള്ളത്. ഇത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിലേക്കും ഞാൻ വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്. ഇനി ഓവർ ടു യു. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഷഹന മാം പറയുന്നുണ്ടോ? ഇവിടെ കേൾക്കുന്നില്ല. യെസ്, പറയൂ. അന്നമയ കോശനെ കുറിച്ച് സിമ്പിൾ ആയിട്ടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. സാറ് പറഞ്ഞു തന്നാരോണ്ടാണ് ഇങ്ങനെ അതെ ധൈര്യം വെച്ചിട്ട് പറയണതാണ്.
ഗട്ട് ഹെൽത്തിനെ കുറിച്ചും അതിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ശരി സാർ. താങ്ക് യു സോ മച്ച് ഷൈന മാം. ദെൻ ആരാണ്? കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് അടുത്ത സെഷൻസിൽ എങ്ങനെ കൂടുതൽ ഡിസ്കസ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദെൻ ആർക്കും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ട് ഇനിയും. ഇപ്പൊ എന്തെങ്കിലും അവിടെ തടസ്സങ്ങളുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, കുഴപ്പമില്ല. അല്ലാതെ ഫിയർ കൊണ്ട് എന്തെങ്കിലും അങ്ങനത്തെ ഇമോഷണൽ ബ്ലോക്കേജ് കൊണ്ട് ആരെങ്കിലും അങ്ങനെ അൺമ്യൂട്ട് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിക്കും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ആ ഒരു അന്നമയ കോശ എന്ന് പറയുന്ന ഒരു അവയർനെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അടുത്ത ലെയറായ പ്രാണമയ കോശയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് റീക്യാപ്പിനുള്ള ബെസ്സി മാം ഇന്ന് നമ്മുടെ സെഷനിൽ വന്നിട്ടില്ല. ആള് കുറച്ചുകൂടി റിക്കവർ ആകാണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കിനി അടുത്ത സെഷനിൽ പ്രാണമയ കോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീപ്പായി ഡിസ്കസ് ചെയ്യും. ഷൈന മാം എന്തെങ്കിലും പറയുന്നുണ്ടോ, ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല ഇല്ലില്ല. ദെൻ പേര് വിളിക്കണോ? ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കുറഞ്ഞ സമയം കൂടി സെഷൻ ബാക്കിയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ്? യെസ്, ബീന മാം. എനിക്ക് തൊണ്ടവേദന, അതാ ഞാൻ സംസാരിക്കാതിരുന്നത്. ഭയങ്കര തൊണ്ടവേദന. ഇന്ന് കൊള്ളാൻ നല്ല ക്ലാസ് ആയിരുന്നു. അത് അന്ന് സജഷൻ വെച്ചതാണ് ഇതൊന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പകർത്തുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നമ്മൾ കേട്ട് ഇച്ചിരി കൂടെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. പക്ഷെ അങ്ങനെയല്ല, നിരന്തരം നമ്മൾ ഇതിനകത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. നേരത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു മോഹനം വൈദ്യരുടെ. അപ്പം ഇതുപോലെ ജങ്ക് ഫുഡ് കഴിക്കുന്നത്, ഇപ്പോൾ ഇത് മൈദ കൊണ്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്, ചോക്ലേറ്റ് കഴിക്കുന്നത്, അതാ കേട്ട് കഴിയുമ്പോൾ കുറച്ചാൾ ഞാനും അതേപോലെ പിന്തുടർന്നതാണ്. പിന്നെ അത് വന്നു. അപ്പൊ ആ വൈദ്യര് തന്നെ പറഞ്ഞു, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എത്തുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെയാണല്ലോ ആ വീഡിയോ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ സ്ഥിരം അത് കണ്ടെങ്കിലേ നമുക്ക് അതിനകത്തൊരു ഇത് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇപ്പം പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ, ഇപ്പം ചിക്കൻ കഴിക്കാം, നമുക്ക് കഴിക്കാം. പക്ഷെ അത് വറുത്തത് കഴിക്കല്, കറി വെച്ച് കഴിക്കാം. അങ്ങനെ എല്ലാത്തിനും നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. മുട്ട കഴിക്കാം, മുട്ട പൊരിച്ച് കഴിക്കരുത്, പുഴുങ്ങി കഴിക്കാം. പയറുവർഗ്ഗങ്ങൾ പുഴുങ്ങിയത് കഴിക്കാം, മസാല ഒരുപാട് ചേർക്കാതിരിക്കുക. നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. രോഗങ്ങളും കുറഞ്ഞു കിട്ടും. ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ ഈ അന്നമയ കോശമൊക്കെ പറഞ്ഞത് കേട്ടപ്പോ തന്നെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലായി. അപ്പൊ തൊണ്ട കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് പറയാൻ. ഓക്കെ ഓക്കെ, താങ്ക് യു ബീന മാം. ഒരുപാട് കാര്യപ്പെട്ട കാര്യങ്ങളാണ് മാം നമ്മുടെ ഫീഡ്ബാക്കിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നമുക്കിതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഫിസിക്കൽ ലെയർ നമുക്ക് നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുവരാം. പിന്നെ മാം പറഞ്ഞ പോലെയുള്ള ഒരു വിഷയമാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. അത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാൻസ് ഫാറ്റുകൾ ബോഡിയിലേക്ക് പോകുക എന്നുള്ളത്. അതായത് ഒന്നിലധികം പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള എണ്ണയിൽ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ 4 മണിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആകുന്നത് ഇങ്ങനത്തത് വാങ്ങി കഴിക്കാറുണ്ട്.
അപ്പൊ അതൊക്കെ ശരിക്കും പല പല ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഓയിൽസിൽ കുക്ക് ചെയ്യുന്ന ഫുഡുകളൊക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ഓരോ കാര്യം ഇത് വളരെ ഡീപ്പിൽ പറയാനുള്ളതാണ്. നമ്മുടെ സെഷൻ നമുക്ക് ഒരു അവയർനെസ് കൊടുത്തു പോകാൻ മാത്രമുള്ള ടൈമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലേക്കുള്ള ആ ഒരു സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ പഞ്ചകോശാസിലെ അടുത്ത ലെയറുമായി ബന്ധപ്പെട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.